ഈ സെക്രട്ടറിയെ വിളിച്ച സമയത്ത് സെക്രട്ടറി പറഞ്ഞത് അത് ഞങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തന്നാണല്ലോ, നിങ്ങൾ ഇവിടെ വന്ന് പണിയെടുത്തതിനുള്ള കൂലിയായിട്ട് തരാനാണുള്ളത്, കൂലിയായിട്ട് കൊടുക്കുക. ഈ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ ഇതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവര് തീരുമാനമെടുത്ത് 3 ലക്ഷം രൂപ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എക്സസ് ഫണ്ടിൽ നിന്ന് അത് വീട് നിർമ്മിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും കണക്കുകൾ ആസ്ക് കെയർ ഫൗണ്ടേഷന്റെ കയ്യിൽ അതിന്റെ കണക്കുകളും കാര്യങ്ങളുമുണ്ട്. ഞങ്ങൾക്ക് സംശയം തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ DYSP ആദ്യം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തോട് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് വ്യക്തമായി പറയുന്നു. 3 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നു, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് നിങ്ങളുടെ ചാരിറ്റിക്കുള്ള പ്രതിഫലമാണ്. നിങ്ങൾ ഈ ഇത്രയും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കൂലിയല്ലേ, ആ ഒരു പ്രതിഫലമാണ്. അത് ഈ നാട്ടിൽ ചെയ്യുന്ന പോലെ 4-5 വട്ടം ചോദിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങളുടെ ഇതിലെ പൈസ ഞങ്ങളാണോ? ഈ 3 ലക്ഷം രൂപ ഇദ്ദേഹം കൊണ്ടുപോയിട്ടുള്ളത് അക്കൗണ്ടിലേക്കല്ല, ബൈ ക്യാഷ് ആയിട്ട് ബൈ ഹാൻഡ് വാങ്ങിച്ചു കൊണ്ടുപോയതാണ്. സുതാര്യനായിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന് പറയുന്ന സമയത്ത് ഈ പണം കൈപ്പറ്റേണ്ടത് ഇദ്ദേഹത്തിന് ട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു, ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കായിരുന്നില്ല. ഞങ്ങൾക്ക് സംശയം തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ DYSP ആദ്യം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തോട് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് വ്യക്തമായി പറയുന്നു. 20,000 രൂപ സ്കൂൾ കുട്ടികൾ പിരിച്ചു പിരിച്ചു കൊണ്ടുവന്ന ചില്ലറ താണയത്തുട്ടുകൾ പോലും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ചില്ലറ നോട്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് കറുകപ്പുത്തൂരിൽ നിന്ന് മുക്കത്തേക്ക് കൊണ്ടുപോവാണ്. ജനറൽ ബോഡി യോഗത്തിൽ നാട്ടുകാർ, അതായത് ഈ നാട്ടുകാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ 3 ലക്ഷത്തിന്റെ കാര്യം ചോദിച്ച സമയത്ത് ആ പണം ഇവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയതാണെന്നും അത് രോഗിയുടെ ഫണ്ടിലേക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും, ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവനെതിരെ നിയമ നടപടിയുമായിട്ട് പോകണമെന്നും പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് കൂടെ ഉണ്ട്. ഇതും കമ്മിറ്റിയുടെ പ്രസ്താവന തന്നെയാണല്ലോ അല്ലെ. ഇവനെ ന്യായീകരിക്കുന്ന ആളുകളിൽ കുറച്ച് ആളുകൾ, ഒരു 10-15 ആളുകളെ ഇവൻ കട്ടുകൊണ്ടുപോകുന്നതിൽ നിന്ന് ശതമാനം കൊടുത്തിട്ട് തീറ്റിപ്പോറ്റുന്ന ആളുകളാണ്. രോഗിയുടെ ചാരിറ്റിക്ക് വന്ന പണത്തിൽ നിന്ന് ഇവന് ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് 6,900 രൂപ മാറ്റിവെച്ചതായിട്ടുള്ള ആ റെസിപ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ ലൈവ് ചെയ്യുന്ന സമയത്ത് പുറകിൽ നിരത്തി വെച്ച ഓരോ ട്രോഫിക്കും ഒരുപാട് രോഗികളുടെ, അതായത് രോഗികൾക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരയച്ച പണത്തിന്റെ, രക്തത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വിയർപ്പിന്റെ മണമുള്ള നമസ്കാരം. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ലൈവിൽ വന്ന് ഒരു മാനസിക രോഗിയെപ്പോലെ എന്നെയും സലീലിനെയും നൗഷാദ് തക്കീലിനെയും അടക്കം എന്തൊക്കെയോ പറഞ്ഞിരുന്നു. കാര്യം അത് അങ്ങനെ തന്നെ വേണം പറയാൻ. കാര്യം ചോദിച്ചത് എന്താണ്? 3 ലക്ഷം രൂപ നിങ്ങൾ എങ്ങനെ അടിച്ചു മാറ്റി എന്നാ ചോദിച്ചത്. ഞങ്ങളല്ല ചോദിച്ചത്, ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് സലീല നമ്മൾ ചെയ്ത തെറ്റ്? നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഇവൻ ലൈവിൽ വന്നിട്ട് വളരെ ബാലിഷ്യമായി നഴ്സറി കുട്ടികളെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറെ എന്റർടൈനിങ് ആയിരുന്നു ആ ലൈവ്. കാരണം എന്താ പറയാ, ഇത്രയും പക്വത ഇല്ലാത്ത ഒരാളെങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തകനായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള പേരിൽ ഇവന് അർഹനാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറുകപ്പുത്തൂരിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, ടീച്ചറാണ്, ഡെയിലി സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അതുപോലെ തന്നെ അതിന് പ്രതികരിച്ചിട്ടുള്ള അബൂക്ക, അതായത് മീൻ കച്ചവടക്കാരനാണ്. അദ്ദേഹം ഡെയിലി 600-700 രൂപയാണ് മീൻ കച്ചവടം ചെയ്ത് ലാഭം കിട്ടുന്നത്. അതിൽ നിന്ന് 200-250 രൂപ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ആളാണ്. ദിവസം പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മറ്റേ വ്യക്തിയുടെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. അപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ളത് വർക്കിംഗ് ഡ്രസ്സിലാണ്. അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്, മേലെ ചളിയൊക്കെ ഉള്ള ഒരു ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഇവൻ അവിടെ നിന്ന് 3 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് അത് പറയുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ആ പരാതി ശരിക്കും ഞങ്ങൾക്ക് സംശയം തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ DYSP ആദ്യം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തോട് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് വ്യക്തമായി പറയുന്നു. അവിടെയാണ് പിന്നെ നെക്സ്റ്റ് ചോദ്യത്തിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല, സത്താർ, എന്റെ കൂടെയുള്ള സത്താർ എന്നുള്ള വ്യക്തി കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് പറയുന്നു. അപ്പൊ സത്താർ ആരാ? ശരിക്കും ഷമീർ കുന്നമംഗലത്തിന്റെ കൂടെ നടക്കുന്ന ആള്. അപ്പോ ഈ സത്താർ ഈ ഒരു വിഷയങ്ങൾ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഈ 3 ലക്ഷം രൂപ ഇദ്ദേഹം കൊണ്ടുപോയിട്ടുള്ളത് അക്കൗണ്ടിലേക്കല്ല, ബൈ ക്യാഷ് ആയിട്ട് ബൈ ഹാൻഡ് വാങ്ങിച്ചു കൊണ്ടുപോയതാണ്. സുതാര്യനായിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന് പറയുന്ന സമയത്ത് ഈ പണം കൈപ്പറ്റേണ്ടത് ഇദ്ദേഹത്തിന് ട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു, ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കായിരുന്നില്ലേ. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കല്ലേ വാങ്ങിക്കേണ്ടത്. അദ്ദേഹം ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് സുതാര്യനാവാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ബൈ ഹാൻഡ് ആയിട്ട് വാങ്ങിക്കൊണ്ടു എന്ന് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നു ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. പോലീസുകാരൻ ഞെട്ടിച്ച സമയത്ത് അവൻ പറയുന്നു ഞാനല്ല വാങ്ങിയത്, എന്റെ കൂടെയുള്ള സത്താറാണ് വാങ്ങിയത്. സത്താർ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? 20,000 രൂപ സ്കൂൾ കുട്ടികൾ പിരിച്ചു കൊണ്ടുവന്ന ചില്ലറ താണയത്തുട്ടുകൾ പോലും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ചില്ലറ നോട്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് കറുകപ്പുത്തൂരിൽ നിന്ന് മുക്കത്തേക്ക് കൊണ്ടുപോവാണ്.
അതിൽ തന്നെ ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ഫണ്ട് ചാരിറ്റിക്ക് വേണ്ടി, ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് വാങ്ങാൻ ഉദ്ദേശിച്ച ഫണ്ടാണ്. ലൈവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതായത് ബൈ ഹാൻഡ് വാങ്ങിയിട്ടുള്ള ക്യാഷ് ഇട്ടോ വാങ്ങിയിട്ടുള്ളത് പാവപ്പെട്ട രോഗികൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തെളിയിക്കാൻ വേണ്ടി, സാധൂകരിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി അദ്ദേഹം ഫോണിൽ ലൈനിൽ വിളിച്ചിരുന്നുണ്ട്. അപ്പോ സെക്രട്ടറി പറഞ്ഞ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവൻ പറഞ്ഞത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഇതിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ സെക്രട്ടറിയെ വിളിച്ച സമയത്ത് സെക്രട്ടറി പറഞ്ഞത് അത് ഞങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തന്നാണല്ലോ, നിങ്ങളിവിടെ വന്ന് പണിയെടുത്തതിനുള്ള കൂലിയായിട്ട് തരാനാണുള്ളത്, കൂലിയായിട്ട് കൊടുക്കുക. ഈ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ ഇതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഈ ഒരു അൽബാബു, അപ്പൊ ഈ ഒരു സെക്രട്ടറി ഇവന് കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഈ പണം. ഈ പണം എന്ത് പണമാണ്? പാവപ്പെട്ട ആളുകൾ, പ്രവാസികളായിട്ടുള്ള, അതായത് മരുഭൂമിയിൽ വെയിലും കൊണ്ട് പണിയെടുത്തിട്ട് അവനവന് വീട് പോലും ഇല്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ അവനവന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നതിനിടയ്ക്ക് ഇപ്പൊ ഒരു രോഗിയെ കാണുന്ന സമയത്ത്, കണ്ണൂർ വീഡിയോ കാണുന്ന സമയത്ത് അയച്ചു കൊടുത്താൽ, അതുപോലെ തന്നെ അവിടുത്തെ സ്കൂൾ കുട്ടികളായിട്ടുള്ള പിഞ്ചു കുട്ടികളടക്കം വെയിലും കൊണ്ട് നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് ഈ പറഞ്ഞ ചില്ലറ തൊട്ടുകൾ പോലും അടിച്ചു കൊണ്ടുപോയിട്ടുള്ള പെരും കള്ളന്മാരാണ് ഇവര്. കാരണം കള്ളന്മാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, കാരണം ഇവരുടെ ആരോപണങ്ങൾ അത്തരത്തിലാണ്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ലൈവിൽ തന്നെ പറഞ്ഞിട്ടുള്ള, ലൈവ് കണ്ട ആളുകൾക്കറിയാം. ആ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം അല്ലെ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരണം. കാരണം സെക്രട്ടറി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സെക്രട്ടറിയും ഇവൻ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഇവൻ രോഗികളുടെ എച്ചിൽ കഫവും ഇതുമൊക്കെ വിഴുങ്ങുന്നവനാണെങ്കിൽ, കുട്ടികൾക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കുന്നവനാണെങ്കിൽ, ഈ പറയുന്ന സെക്രട്ടറി ഇവന്റെ എച്ചിൽ നടക്കുന്നവനാണെന്ന് പറയേണ്ടിയിരിക്കും. തീർച്ചയായും. അപ്പോ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അവര് തീരുമാനമെടുത്ത് 3 ലക്ഷം രൂപ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എക്സസ് ഫണ്ടിൽ നിന്ന് അത് വീട് നിർമ്മിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും കണക്കുകൾ ആസ്ക് കെയർ ഫൗണ്ടേഷന്റെ കയ്യിൽ അതിന്റെ കണക്കുകളും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കട്ടിങ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വീഡിയോയിൽ സെക്രട്ടറി പറയുന്നത് ഇവന് കൂലി കൊടുത്തു എന്നുള്ളതാണ്. ഇവൻ അവിടെ വന്ന് പണിയെടുത്തതിനുള്ള, അതായത് 4-5 പ്രാവശ്യം അവിടെ വന്നു പോയി എന്നാ പറയുന്നത്. അതിന് കൂലി 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നു, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് നിങ്ങളെ ചാരിറ്റിക്കുള്ള പ്രതിഫലമാണ്. നിങ്ങൾ ഈ ഇത്രയും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കൂലിയല്ലേ? ആ ഒരു പ്രതിഫലമാണ്. അത് ഈ നാട്ടിൽ ചെയ്യുന്ന പോലെ ആണോ? 4-5 വട്ടം ചോദിക്കുന്നത് ഈ നാട്ടിൽ ഞങ്ങളുടെ അതിലെ പൈസ ഞങ്ങൾ ആണോ? എന്നിട്ട് ഇവന്റെ പേര് എന്താ, സുധാരൻ എന്നും നന്മമരം എന്നാണ്. ഇത് അടി കൂടെ ക്യാഷ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിട്ട്. അപ്പോ ഈ കൂലി കൊടുത്തു എന്ന് പറയുന്ന അതേ സെക്രട്ടറി തന്നെ ജനറൽ ബോഡി യോഗത്തിൽ നാട്ടുകാർ, അതായത് ഈ നാട്ടുകാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ 3 ലക്ഷത്തിന്റെ കാര്യം ചോദിച്ച സമയത്ത് ആ പണം ഇവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയതാണെന്നും അത് രോഗിയുടെ ഫണ്ടിലേക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും, ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവനെതിരെ നിയമ നടപടിയുമായിട്ട് പോകണമെന്നും പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് കൂടെ ഉണ്ട്. ഇതും കമ്മിറ്റിയുടെ പ്രസ്താവന തന്നെയാണല്ലോ അല്ലെ. കമ്മിറ്റിയെ മൊത്തമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, സെക്രട്ടറിയെ. കാരണം ഏതെങ്കിലും 1-2 ആളുകളെ വളച്ചെടുത്ത് അവർക്ക് ഇവൻ അടിച്ചു മാറ്റുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ രോഗിയുടെ കണ്ണുനീരിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ അയക്കുന്ന പണത്തിൽ നിന്ന് രോഗിയുടെ ചലവും കഫവും മലവും ഒക്കെ കുഴഞ്ഞിട്ടുള്ള ഒരു പണം ഉണ്ടല്ലോ. ആ പണം എങ്ങനെ വായിലൂടെ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിൽ നിന്ന് കമ്മീഷൻ കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ. നാടല്ലേ സെക്രട്ടറി നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് ജീവിച്ചാൽ പോലെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ, അതായത് അടിച്ചു മാറ്റുന്നവൻ തന്നെ നാണം കെട്ട് അവന്റെ അടുത്ത് കമ്മീഷൻ വാങ്ങിയിട്ട് ഇത്തരത്തിൽ നാട്ടിലുള്ള നാട്ടുകാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ മോശക്കാരും കള്ളന്മാരും ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പച്ച നുണ, അതും റമദാൻ മാസത്തില്. അല്ല, സെക്രട്ടറിയുടെ വാക്കുകൾ തന്നെയാണ് അത് നമുക്ക് കേൾക്കാം, അതും കൂടെ കേൾക്കാം. അയാളുടെ 3,77,000 രൂപയുള്ളതും സർക്കാരിന് 2 ലോണും ആ പൈസ ഉടൻ ഇവർക്ക് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ നമുക്ക് നിർദ്ദേശം കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നിയമനടപടിയായിട്ട് അവർക്കെതിരെ പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു അല്ലേ? അങ്ങനെ തീരുമാനമായി. അപ്പോ അൽബാബു, ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഇത് മാത്രമല്ല കേട്ടോ, ഇത് എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ആളുകൾ ഇവര് വളരെ വലിയ രീതിയിൽ ഗുണ്ടായിസം നടത്തുന്നതും, അതുപോലെ തന്നെ പല ബാലൻസ് പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോയെന്ന് ചോദിക്കാൻ പോയിട്ടുള്ള രോഗിയെ വരെ, ക്യാൻസർ പേഷ്യന്റിനെ വരെ ഇവര് കൈകാര്യം ചെയ്തതും, വധിക്കാൻ ശ്രമിച്ചതും, അതുപോലെ തന്നെ വധഭീഷണി മുഴക്കിയതും, അതുപോലെ തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിന് പല വേർഷനുകൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും ഓരോ ദിവസങ്ങളിലായിട്ട് അത് വരും. പിന്നെ പ്രത്യേകിച്ച് ഷമീർ കുന്നമംഗലത്തിനോട് പറയാനുള്ളത്, വലിയ രീതിയിലേക്ക് വെല്ലുവിളി നടത്തുന്നുണ്ട്, വലിയ രീതിയിലേക്ക് ഗുണ്ടായിസ് നടത്തുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ വെല്ലുവിളിക്കുന്നില്ല കേട്ടോ. ഞങ്ങളൊന്നും കാര്യമാക്കുന്നില്ല. ഒരു നാള് ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലാവും സത്യമേത് കള്ളമേത് എന്നുള്ളത്. ജനങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഇവനെ ന്യായീകരിക്കുന്ന ആളുകൾക്ക് പോലും അറിയാം. പക്ഷെ ഇവനെ ന്യായീകരിക്കുന്ന ആളുകളിൽ കുറച്ച് ആളുകൾ, ഒരു 10-15 ആളുകളെ ഇവൻ കട്ടുകൊണ്ടുപോകുന്നതിൽ നിന്ന് ശതമാനം കൊടുത്തിട്ട് തീറ്റിപ്പോറ്റുന്ന ആളുകളാണ്.
അതുപോലെ തന്നെ രോഗികളായിട്ട് ബന്ധുക്കള്, കമ്മിറ്റിക്കാർ, ഇത്തരം ആളുകൾ നിങ്ങൾക്ക് കിട്ടേണ്ട സഹായം മുടക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇവരെന്നെ മാനസികമായിട്ട് തളർത്തി, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവരെ നിങ്ങൾ എതിർക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഇത്തരം സത്യങ്ങൾക്കെതിരെ, അതായത് ഇവർക്ക് കടിഞ്ഞാണിടാം. അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോ കറുകപ്പുത്തൂരിലെ ബില്ല് നമ്മൾ ശ്രദ്ധിച്ചു. ആ ബില്ലിനകത്ത് രോഗിയുടെ ചാരിറ്റിക്ക് വന്ന പണത്തിൽ നിന്ന് ഇവന് ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് 6,900 രൂപ മാറ്റിവെച്ചതായിട്ടുള്ള ആ റെസിപ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ ലൈവ് ചെയ്യുന്ന സമയത്ത് പുറകിൽ നിരത്തി വെച്ച ഓരോ ട്രോഫിക്കും ഒരുപാട് രോഗികളുടെ, അതായത് രോഗികൾക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരയച്ച പണത്തിന്റെ, രക്തത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വിയർപ്പിന്റെ മണമുള്ള ട്രോഫികൾ അടിച്ചു മിനുക്കിയിട്ട് അതിന്റെ മുന്നിൽ ട്രോഫികൾ അടുക്കി വെച്ചിട്ട് അതിന് മുന്നിൽ വെള്ളയും ഇട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഇവന് നാണക്കേട് തോന്നില്ലേ? നാണവും മാനും തോന്നില്ലേ? അപ്പൊ എന്തായാലും ചാരിറ്റി ചെയ്യേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന പണത്തിൽ നിന്നും വലിയൊരു തുക അടിച്ചു മാറ്റുന്ന പ്രവണത അതെന്തായാലും നിർത്തിയേ മതിയാവും. കാര്യം പിന്നെ ഷമീർ കുന്നമലത്തിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെയും സലീലിനെയും നൗഷാദ് തക്കീലിനെയും അടക്കം വ്യക്തിപരമായി വല്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ കടന്നാക്രമിച്ചിട്ടുണ്ട്. 100% പറയാം. ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇനിയും പറഞ്ഞോ, പക്ഷെ ഞങ്ങൾ അതിന് അതേ രീതിയിൽ മറുപടി പറയില്ല. ഞങ്ങൾ സത്യങ്ങൾ കൊണ്ട്, തെളിവുകൾ കൊണ്ട് 100% ഇതുപോലെ പൊളിച്ചെടുക്കുകയും 100% തെളിവുകൾ കൊണ്ട് തെളിവ് ജനങ്ങളുടെ മുന്നിൽ നിരത്തും. അത് ആ ജനങ്ങൾ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും മനസ്സിലാക്കും. ഞങ്ങൾ കൊണ്ടുവന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കും ഞങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന്. അത് മാത്രം മതി. ഒരുപാട് ആളുകൾ നമ്മൾ തെറി പറയുന്നുണ്ട്. പക്ഷെ ആ തെറി പറയുന്നതിൽ നിന്നും ഞങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് മാറാൻ ഒരു സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. കാര്യം അത്തരം രീതിയിലേക്ക് ഡീഫെയിം ചെയ്ത് നമ്മളെ ഒതുക്കാൻ നോക്കണ്ട. ഒതുങ്ങുന്ന ഐറ്റങ്ങളല്ല രണ്ടും എന്ന് പറയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ.